നമസ്കാരം. നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കേരളം വീണ്ടും വാശിയേറിയ ഒരു ഉപതിരഞ്ഞെടുപ്പിലേക്ക് കൂടി കടക്കുകയാണ്. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂരിൽ മെയ് മാസത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കും. മെയ് 5-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകി. അവധിക്കാലമായതിനാൽ മെയ് മാസത്തിൽ തന്നെ ഉപതിരഞ്ഞെടുപ്പിനാണ് സാധ്യത. ഉപതിരഞ്ഞെടുപ്പിനുള്ള തീയതി അടുത്ത ആഴ്ചയോടെയാണ് പ്രഖ്യാപിക്കുക. കോൺഗ്രസ് AP അനിൽകുമാറിനും CPM M സ്വരാജിനും തിരഞ്ഞെടുപ്പ് ചുമതല നൽകിയതോടുകൂടി മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയുമുണ്ട്. CPM TK ഹംസയെയോ ചില പ്രാദേശിക നേതാക്കളെയോ പരിഗണിക്കാൻ ഇടയുണ്ടെങ്കിലും അവസാന നിമിഷം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്കും സാധ്യത തള്ളിക്കളയാനാകില്ല. ഉപതിരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം PV അൻവർ ആയിരിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. സുപ്രധാന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് LDF ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് അൻവറിന്റെ ലക്ഷ്യം. PV അൻവർ ഒപ്പമുള്ളത് UDF-ന് ആശ്വാസമാണ്. 2 വട്ടം മണ്ഡലം നിലനിർത്തിയത് LDF-ന് ആശ്വാസം. അത് അൻവറിനെ ഒപ്പം നിർത്തിയായിരുന്നു. ഇപ്പോൾ അൻവർ ഇല്ലാത്തത് എങ്ങനെ ബാധിക്കും എന്നതാണ് ആകാംക്ഷ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് UDF പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടമായി UDF കരുതുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം ഇവിടെ നിർണായകമായിരിക്കും. നിലമ്പൂരിൽ കളമൊരുങ്ങുക മണ്ഡല ചരിത്രത്തിലെ 3ാമത്തെ ഉപതിരഞ്ഞെടുപ്പിനാണ്. K കുഞ്ഞാലി, ആര്യാടൻ മുഹമ്മദ്, MP ഗംഗാധരൻ, TK ഹംസ തുടങ്ങി തലയെടുപ്പുള്ള നേതാക്കളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ചരിത്രം നിലമ്പൂരിനുണ്ട്. ഒരു സിറ്റിംഗ് MLA വെടിയേറ്റു മരിച്ച അപൂർവ ചരിത്രം കൂടി നിലമ്പൂരിനുണ്ട്. 1969-ൽ K കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു മണ്ഡലത്തിലെ ആദ്യ ഉപതിരഞ്ഞെടുപ്പ്. മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുൻപേയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 1965-ൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ രൂപീകരിച്ചത്. K കുഞ്ഞാലിയാണ് ആദ്യ MLA. 1967-ൽ കുഞ്ഞാലി വിജയം ആവർത്തിച്ചു. 2 തവണയും തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെയാണ്. കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1970-ൽ ആണ് ആദ്യ ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് സഹതാപ തരംഗം CPM-നെ തുണച്ചില്ല. കോൺഗ്രസിന്റെ MP ഗംഗാധരൻ CPM-ന്റെ VP അബൂബക്കറിനെ തോൽപ്പിച്ച് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കന്നി വിജയം സ്വന്തമാക്കി. 1977-ലാണ് ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ ജയിച്ചത്. 1980-ലായിരുന്നു 2ാമത്തെ ഉപതിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട 10 ദിവസത്തിനകം C ഹരിദാസ് ആര്യാടൻ മുഹമ്മദിന് വേണ്ടി MLA സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് U നേതാവായിരുന്ന C ഹരിദാസ് തോൽപ്പിച്ചത് അന്ന് കോൺഗ്രസ് I നേതാവായിരുന്ന ഇന്നത്തെ CPM നേതാവ് TK ഹംസയെയാണ്. കുഞ്ഞാലി വധക്കേസിന്റെ സൂത്രധാരനായി CPM ആരോപിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ കോൺഗ്രസ് U ടിക്കറ്റിലാണ് 80-ലെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് I-ലെ MR ചന്ദ്രനെ തോൽപ്പിച്ചത്. 1982-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിഞ്ഞിരുന്നു. TK ഹംസ ഇടതുപക്ഷ സ്വതന്ത്രനായും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ഗോദയിലിറങ്ങി. കടുത്ത പോരാട്ടത്തിൽ TK ഹംസ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. 1987-ൽ ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആര്യാടന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016 വരെ അദ്ദേഹം വിജയം തുടർന്നു. 2016-ൽ മത്സര രംഗത്ത് നിന്ന് മാറി ഷൗക്കത്തിനെ രംഗത്തിറക്കി. ഇടത് സ്വതന്ത്രനായെത്തിയ അൻവർ കോൺഗ്രസിനെ തറപറ്റിച്ച് 2 വട്ടം മണ്ഡലം കൈപ്പിടിയിലാക്കി. പൊതുവെ UDF മണ്ഡലമായാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയും ഇടത് സ്വതന്ത്രർ PV അൻവർ വിജയിച്ചു കയറി. ആ അൻവർ ഇത്തവണ LDF-ന്റെ മുഖ്യ ശത്രുവാണ്. DCC പ്രസിഡന്റ് VS ജോയിക്കാണ് തന്റെ പിന്തുണയെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. മത്സരിക്കാൻ തയ്യാറായി ആര്യാടൻ ഷൗക്കത്തും രംഗത്തുള്ളതിനാൽ കരുതലോടെ ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയം. ഇത്തവണ CPM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. സ്വരാജ് അവിടെ മത്സരിച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട്. മാട്ടുമ്മൽ സലീം, VM ഷൗക്കത്ത്, ഷെറോണ റോയ് എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. നന്ദി.